നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. സ്കൂളിൽ ഫ്രൈഡ് റൈസ് വിളമ്പി തുടങ്ങി. സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിൽ ഉച്ചഭക്ഷണ പദ്ധതിയിൽ പതിവ് ഭക്ഷണത്തിനൊപ്പം കുട്ടികൾക്ക് രുചികരമായ ഫ്രൈഡ് റൈസ് തുടക്കം കുറിക്കുന്നതിന്റെ ഭാഗമായി എടയന്നൂർ തെരൂർ MLP സ്കൂളിലാണ് ഉച്ചഭക്ഷണത്തിനായി ബുധനാഴ്ച ഫ്രൈഡ് റൈസ് വിളമ്പിയത്. രക്ഷിതാക്കളും ഈ മാറ്റത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ടെന്നാണ് അധ്യാപകരുടെ പ്രതികരണം. വിദ്യാർത്ഥികൾക്ക് കൂടുതൽ രുചികരവും പോഷകസമൃദ്ധവുമായ ഭക്ഷണം നൽകുകയെന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതിയുടെ തുടക്കം. മക്കൾക്കുള്ള ഉച്ചഭക്ഷണം തയ്യാറാക്കുക എന്നതിലുപരി നമ്മൾ ഇവിടെ പുതിയ ഭക്ഷണ മെനു തയ്യാറാക്കിയ പ്രകാരം സർക്കാർ ഉത്തരവിറക്കിയിട്ടുണ്ട്. പുതിയ മെനു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ അത് നമ്മളിവിടെ തയ്യാറാക്കുക. സാധാരണ നമ്മൾ നല്ല ഭക്ഷണം തന്നെയാണ് കുട്ടികൾക്ക് കൊടുക്കാറ്. അതിലുപരിയായിട്ട് കുറച്ച് പോഷകം കൂടി ഉൾപ്പെടുത്തിയിട്ട് നമ്മളിന്ന് ഫ്രൈഡ് റൈസ് തയ്യാറാക്കുകയാണ്. സാധാരണയായി ലഭിക്കുന്ന ചോറ് കറിയുടെയും പകരമായി ഒപ്പം ചേർന്ന് ഉണ്ടാക്കിയ ഫ്രൈഡ് റൈസ് കുട്ടികളിൽ വലിയ ആവേശം സൃഷ്ടിച്ചു. അരി, മുട്ട, കാബേജ്, ക്യാരറ്റ്, ബീൻസ്, ഉള്ളിത്തണ്ട്, ക്യാപ്സിക്കം, പച്ചമുളക്, കുരുമുളക് പൊടി, മല്ലിയില, സോസ് എന്നിവ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഭക്ഷണം കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ടുവെന്നും രക്ഷിതാക്കളും ഈ മാറ്റത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ടെന്നാണ് അധ്യാപകരുടെ പ്രതികരണം. വിദ്യാർത്ഥികൾക്ക് പോഷകമൂല്യം കൂടിയ ഭക്ഷണം രുചികരമാക്കുക എന്നതാണ് ലക്ഷ്യം. അവർ ആഹ്ലാദത്തോടെ സ്വീകരിച്ചു കാണുമ്പോൾ അത് ആത്മസന്തോഷം നൽകുന്നുവെന്ന് പ്രധാന അധ്യാപകൻ PV സഹീർ പറഞ്ഞു. ഉച്ചഭക്ഷണ പദ്ധതിയിൽ കഴിഞ്ഞ 8 വർഷമായി നമ്മുടെ വിദ്യാലയത്തിൽ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് മക്കളോടൊപ്പം എന്നത്. വീടുകളിൽ നടക്കുന്ന സന്തോഷകരമായ സന്ദർഭങ്ങളെ നമ്മുടെ വിദ്യാലയത്തിൽ കൂടി അതിൻ്റെ ഒരു സന്തോഷത്തിൻ്റെ പൂർത്തീകരണം എന്ന രീതിയിൽ വിദ്യാലയത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മക്കളോടൊപ്പം. രക്ഷിതാക്കളുടെ സഹായത്തോടുകൂടി ഉച്ചഭക്ഷണത്തിൽ വ്യത്യസ്തമായ ചില ഇനങ്ങൾ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഈ വർഷം മുതൽ ഈ പദ്ധതി തിഥി ഭോജൻ എന്ന രീതിയിൽ ഞങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ പദ്ധതിയിലൂടെ പൊതുജനങ്ങളുടെയും രക്ഷിതാക്കളുടെയും സഹകരണത്തോടുകൂടി ഉച്ചഭക്ഷണ പദ്ധതിയെ കൂടുതൽ വിപുലപ്പെടുത്തുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാമ്പത്തിക ചെലവ് അധികമാണെങ്കിലും കൂടുതൽ ഫണ്ട് ഉച്ചഭക്ഷണത്തിന് അനുവദിച്ചാൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നും പാചക സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് ഭക്ഷണം ഒരുക്കുന്നുവെന്നും പദ്ധതി കൂടുതൽ മികച്ചതാക്കാൻ ശ്രമിക്കുന്നുവെന്നും പ്രധാന അധ്യാപകൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തയുടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.